കുറെ കോടികൾ മുടക്കി തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു പ്രഖ്യാപന മാമാങ്കം അങ്ങ് നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതങ്ങ് വിശ്വസിച്ചേ പറ്റൂ എന്നാണ് CPM ഒരു നിലപാട്. വിശ്വസിക്കാത്തവരെല്ലാം കള്ളന്മാരാ. മനസ്സിലായില്ലേ? അങ്ങനെയല്ല ശ്രീ പിണറായി വിജയൻ, അങ്ങനെയല്ല ശ്രീ MV ഗോവിന്ദൻ മാഷ്. സംശയം കൊണ്ട് ചോദിക്കും, പ്രതിപക്ഷം ചോദിക്കും, ഇതിനെപ്പറ്റി വിവരമുള്ളവർ ചോദിക്കും. നിങ്ങൾ മറുപടി പറയാ വേണ്ടത്. ഇതൊക്കെ തട്ടിപ്പ് എന്ന് വിളിച്ചു പോകരുതെന്നാണ് നമ്മുടെ MB രാജേഷ്. അദ്ദേഹമാണ് കേരളത്തെ ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി ഉയർത്തിയ ആള്. അദ്ദേഹം അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ വിമർശിക്കുന്നത്? ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ, ആ സംശയങ്ങൾ തീർത്തു കൊടുക്കൂ. അപ്പൊ ആരും വിമർശിക്കത്തില്ല. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കാടടച്ചിട്ട് നിങ്ങൾ ഈ വിമർശിക്കുന്നതൊക്കെ ഒരു തട്ടിപ്പാണ്, പോക്കണം കേട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ നേരത്തെ പറഞ്ഞ വിദഗ്ധന്മാരടങ്ങുന്ന ഒരു സംഘം നേരത്തെ ഒരു പ്രസ്താവന, സംയുക്ത പ്രസ്താവനയിൽ ഇതിനെപ്പറ്റി ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോ പ്രൊഫസർ KP കണ്ണൻ വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ പ്രസ്താവനയിലുള്ളത് തന്നെയാണ്. പക്ഷേ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും അവരെയൊക്കെ വിമർശിക്കുന്നതുകൊണ്ട് വീണ്ടും ഒന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം ചോദിക്കുന്നത് എന്താ, നിങ്ങൾ ഏത് സർവേ അല്ലെങ്കിൽ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയത്? ഇതൊരു ബൃഹത്തായിട്ടുള്ള സർവേ നടത്താതെ, വൻതോതിൽ വിവരശേഖരണം നടത്താതെ കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല.